ഒരു മഴക്കാലത്ത് മഴയും കണ്ട് ലോങ് ട്രിപ്പ് പോവാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. അങ്ങനെ ഞങ്ങളും പോയി. വേറെ അങ്ങോട്ടും അല്ല കേട്ടോ, നമ്മളെ കൊച്ചിയിലേക്ക്. തലേ ദിവസം രാത്രി തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പക്ഷെ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ? എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ 5 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7 മണിയായിട്ടോ. അതങ്ങനെയാണല്ലോ, പ്ലാനിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. അങ്ങനെ പോകുന്ന വഴിയിലാട്ടോ കയാക്കിങ്ങിൻ്റെ ഒരു പാർക്കുണ്ട്. വേറെ ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങോട്ടേക്ക് എടുത്തു. ബസ്സിലൊരു ലഡ് പൊട്ടി മക്കളെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയപ്പോഴാട്ടോ അവിടെ ബുക്കിംഗ് ഒക്കെ ഫുള്ളാണെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അവിടെ കായലിനോട് ചേർന്നിട്ടൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മാറി മാറി അതിലിരുന്ന് ഊഞ്ഞാലാടി ആ ഒരു വിഷമം അങ്ങോട്ട് മാറ്റി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല ചാറ്റൽ മഴയും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കൊച്ചി കായലിൻ്റെ അടുത്തെത്തി കേട്ടോ. അവിടുന്ന് നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടുന്ന് ഒരു ബോട്ടിംഗ് ഒക്കെ പാസ്സാക്കി നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട്. ഗൈഡ് ഉണ്ടായിരുന്നു ബോട്ടിൽ. അപ്പം എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തന്നു. പിന്നെ താഴത്തെ ഡെക്കിൽ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പണ്ടെപ്പോഴോ ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അന്നൊരു കല്യാണം കൂടാനും പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വണ്ടർല പോകാനും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിലേക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാട്ടോ വരുന്നത്. ശരിക്കും ഈ ഒരു ബോട്ട് യാത്ര, അവിടെയുള്ള മനുഷ്യന്മാർ, അവിടെയുള്ള ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയാട്ടോ. എവിടെ പോയാലും നിറച്ചു മരങ്ങളാട്ടോ. കണ്ണിന് ഭയങ്കര കുളിർമയേകുന്നൊരു കാഴ്ചയാണ്. കാരണം എവിടെ പോയാലും പച്ചപ്പ്, അതൊരു രസം തന്നെയല്ലേ. ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും നന്നായി വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടുന്ന് നിയർ ബൈ ആയിട്ടുള്ളൊരു ഹോട്ടൽ കണ്ട് അങ്ങനെ അവിടെ കയറി. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കരിമീൻ പൊള്ളിച്ചതും നല്ല ഫിഷ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ കയറി ചെന്നപ്പം നേരെ ഓപ്പോസിറ്റായി. പിന്നെ ആ സമയം നേരം വൈകിട്ടുണ്ടായിരുന്നു നല്ലോണം. അപ്പം മീൽസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മീൽസൊക്കെ കഴിച്ച്, കുട്ടികൾ ഷവർമയും കഴിച്ച്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഫോർട്ട് കൊച്ചി കാണാൻ വേണ്ടിയിട്ടാട്ടോ. അവിടുത്തെ ഒരു പഴയകാല മ്യൂസിയത്തിലേക്കാട്ടോ നമ്മൾ ആദ്യം പോയത്. കേരളത്തിൻ്റെ ഒരു പഴയ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന മ്യൂസിയം ആയിരുന്നു കേട്ടോ അത്. കുഞ്ഞാലി മരക്കാറും വാസ്കോ ഡ ഗാമയുടെ ഒക്കെ സ്റ്റാച്യൂകളും പിന്നെ പുരാതന കാല യുദ്ധങ്ങളിൽ നടന്നിട്ടുള്ള കുറേ വെപ്പൺസും കാര്യങ്ങളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ സ്റ്റാച്യൂവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടെയുള്ളൊരു സ്ട്രീറ്റിലേക്കാണ് പോയത്. നമ്മൾ ബിഗ് ബി മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രീറ്റാട്ടോ. അവിടെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള, നമ്മൾ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലുള്ള ഒരു സ്ട്രീറ്റായിരുന്നു. നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം കേട്ടോ. വീണ്ടും 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 വരാൻ തോന്നും. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് പറയുക, ഈ സ്ട്രീറ്റൊക്കെ എന്തൊരു ക്ലീൻ ആൻഡ് നീറ്റാണ്. നമുക്ക് എന്താ പറയുക, ശരിക്കും ഒരു ആസ്വദിച്ച് നടക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഫോറം മാളിലേക്ക് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണല്ലോ. അങ്ങനെ പിന്നെ നമ്മളവിടെ ഒരു ഹോം സ്റ്റേ കണ്ടെത്തി അവിടെ അന്ന് സ്റ്റേ ചെയ്തിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.